ഹെൽത്ത് ഇൻഷുറൻസിന്റെ പുതിയ ട്രെൻഡുകളെ പറ്റി നോക്കുകയാണെങ്കിൽ പ്രധാനമായും 10 കാര്യങ്ങളുണ്ട്. ഒന്ന് വന്നിട്ട് ഫ്രീ മെഡിക്കൽ ചെക്കപ്പ്. ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫ്രീ ആയിട്ട് നമുക്ക് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഈ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം? ഒരു രോഗം വരികയാണെങ്കിൽ അത് വളരെ നേരത്തെ തന്നെ നമുക്ക് കണ്ടെത്താനാവും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സെക്കൻഡ് വൺ, ഈ മെഡിക്കൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനുള്ള സാധ്യത. ഒരു പോളിസി എടുക്കുവാണെങ്കിൽ ഇപ്പോഴുള്ള പോളിസികളിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്നു, അതിനകത്ത് ഡോക്ടർ ഒരു സർജറിക്കോ മറ്റോ സജസ്റ്റ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം ശരിയാണോ എന്നറിയാനായിട്ട് നമുക്ക് നമ്മളുടെ ചെക്കപ്പിന്റെ രേഖകൾ, മെഡിക്കൽ ചെക്കപ്പിന്റെ രേഖകൾ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു മെഡിക്കൽ ഒപ്പീനിയൻ, ഈ അസുഖത്തിന് ഏത് ഹോസ്പിറ്റലിൽ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്താലായിരിക്കും മാറുക എന്ന് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇന്നത്തെ പോളിസികളിൽ നിലവിലുണ്ട്. ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ. നമുക്ക് ഓൺലൈനായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റും. ഹോം കെയർ ട്രീറ്റ്മെന്റ്. പല അസുഖങ്ങൾക്കും ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇൻഷുറൻസ് കമ്പനി ഒരു ഡോക്ടറെയോ ചിലപ്പോൾ ഒരു നഴ്സിനെയും കൂടെ നമ്മുടെ വീട്ടിലോട്ട് അയക്കും. അവർ നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യും, മെഡിക്കൽ ടെസ്റ്റുകൾ ചെയ്യും. എന്നിട്ട് വീട്ടിൽ കിടത്തി തന്നെ ചികിത്സിക്കുന്ന ഒരു സൗകര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റും നമ്മുടെ പുതിയ പോളിസികളിൽ ഇപ്പോൾ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് മിക്കവാറും ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം പറഞ്ഞിട്ടായിരിക്കും, പോളിസി എടുത്ത് ഇത്ര സമയം കഴിഞ്ഞിട്ടായിരിക്കും നമുക്കത് ചെയ്യാനുള്ള കവറേജുകൾ ലഭ്യമാകുക. ഡെലിവറി എക്സ്പെൻസ് കവറേജ്. പുതിയ പോളിസികളിൽ ഡെലിവറി എക്സ്പെൻസുകളും കവർ ചെയ്യുന്നുണ്ട്. അമ്മ പോളിസി ഹോൾഡറാണ്, കുഞ്ഞ് ജനിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനും കൂടെ കവറേജ് ലഭ്യമാകും. ആ പോളിസി തീരുന്നതുവരെ കുഞ്ഞിനും കവറേജ് ലഭ്യമാകുന്ന പോളിസിയുടെ സവിശേഷതയാണ് ന്യൂ ബോൺ ബേബി കവറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കവറേജ്. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കവറേജ് എന്ന് പറഞ്ഞാൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലൈസേഷന് മുമ്പ് നമ്മൾ അതേ അസുഖത്തിനാണ് നേരത്തെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഒരു കുറച്ച് എമൗണ്ട് ആയി, പക്ഷെ നമ്മൾ 24 മണിക്കൂർ ഹോസ്പിറ്റലൈസ്ഡ് അല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ക്ലെയിം കിട്ടാതെ വന്നു. അതേസമയം അതേ അസുഖത്തിന് തന്നെയാണ് അതേ അസുഖം മൂർച്ഛിച്ച് പിന്നീട് കുറെ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലൈസേഷൻ വരികയാണെങ്കിൽ പഴയ ബില്ലുകൾ കവർ ചെയ്യും. അത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. ദെൻ ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ കുറച്ചു കാലത്തേക്ക്, ചിലത് 6 മാസം വരെ കൊടുക്കുന്ന പോളിസികൾ ഇപ്പോഴും നിലവിലുണ്ട്. നമ്മൾ ഹോസ്പിറ്റലൈസേഷന് എന്ത് ഹോസ്പിറ്റലൈസേഷൻ ആണോ ഉണ്ടായത് അത് സംബന്ധമായിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിലും കവർ ചെയ്യുന്ന തരം പോളിസികളാണ് ഇപ്പോഴുള്ളത്. ആയുഷ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, ഇത്രയും പുതിയ ഈ ചികിത്സാ രീതികൾ കൂടെ കവർ ചെയ്യുന്ന പോളിസികളാണ് ഇപ്പോഴും നിലവിലുള്ളത്. ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ബെനിഫിറ്റാണിത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയം നമുക്ക് ഓരോ ദിവസവും പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട്, ഒരു 2000-ഓ 3000-ഓ 5000-ഓ രൂപ വെച്ച് നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്ന പോളിസിയുടെ ബെനിഫിറ്റിനെയാണ് ഈ പറഞ്ഞ ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ധാരാളം കവറേജുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഈ കവറേജുകൾ കൂടുന്നതിനനുസരിച്ച് പ്രീമിയത്തിലും വ്യത്യാസം ഉണ്ടാവും. പഴയ തരത്തിലുള്ള പോളിസികൾ ഇപ്പോൾ നിലവിലുണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ നമ്മളൊരു പോളിസി സെലക്ട് ചെയ്യുമ്പോൾ ഏത് കമ്പനിയുടെ ഏതാണ്, ഒരു കമ്പനിയിൽ തന്നെ ധാരാളം പോളിസികൾ ഉണ്ടാവും. പഴയ ടൈപ്പിലുള്ള പോളിസികൾ ഉണ്ടാവും, പുതിയ ടൈപ്പിലുള്ള പോളിസികൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒരു പോളിസി സെലക്ട് ചെയ്യാനുള്ള ഒരു ഫ്രെയിം വർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏത് പോളിസി എടുത്താലും ഒരു കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ പോളിസി എടുക്കുന്ന സമയം നമ്മൾ പ്രപ്പോസൽ ഫോമിൽ നമുക്ക് ഉള്ള അസുഖങ്ങൾ, നമുക്ക് ഉണ്ടായിരുന്ന അസുഖങ്ങൾ, നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പ്രപ്പോസൽ ഫോമിൽ മെൻഷൻ ചെയ്തിരിക്കണം. അത് അല്ല എങ്കിൽ പിന്നീട് നമുക്ക് ഈ അസുഖം കൊണ്ടല്ല, ചിലപ്പോൾ ഒരു ആക്സിഡന്റ് കൊണ്ടായിരിക്കും നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നത്. പക്ഷെ ഇൻഷുറൻസ് കമ്പനി കണ്ടെത്തുകയാണ് പോളിസി എടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് ഒരു അസുഖം ഉണ്ടായിരുന്നു, ഇദ്ദേഹം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് മെൻഷൻ ചെയ്യാതെ പോളിസി എടുത്തു എന്ന് കണ്ടെത്തുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ലെയിം കൊടുക്കാതിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധ കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക.
ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ടെങ്കിലോ പോളിസി എടുക്കാനുണ്ടെങ്കിലോ താഴത്തെ നമ്പറിൽ ബന്ധപ്പെടാം. എല്ലാവർക്കും നന്ദി.